RRB റിക്രൂട്ട്മെന്റ്സിൽ ഏറ്റവും ബിടെക്കുകാർ കാത്തിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് RRB JEE എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ RRB JEEയുടെ ഒരു പാർട്ടായിട്ടുള്ള റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും മാറ്റിവെച്ച എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും അല്ലെങ്കിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും ഒരു ഗുഡ് ന്യൂസ് കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞായിരുന്നു. കാര്യം RRB എല്ലാ വർഷവും ഇനി ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊരു ആക്ച്വലി പോസിറ്റീവ് സൈനാണ്. മറ്റേ നമുക്ക് RRB JEE എപ്പോഴും ഒക്കെ വരത്തുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമിന് നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നെ നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥ മാറ്റി ഒരു ഗുഡ് ഇൻഫർമേഷനാണ് നമുക്ക് കഴിഞ്ഞ വർഷം RRB JEE പബ്ലിഷ് ചെയ്ത്. അതായത് എല്ലാ വർഷവും ഈ മുതൽ JEE എക്സാംസ് അല്ലെങ്കിൽ JEE നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ടെക്നീഷ്യൻ പോസ്റ്റുകളിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ബിടെക് കഴിഞ്ഞ ഗ്രാജുവേറ്റ്സ് കാത്തിരിക്കുന്ന പോസ്റ്റ് എന്ത് തന്നെയാണ് RRB JEE ആണ്. അപ്പോൾ അതിനൊരു പോസിറ്റീവ് സൈൻ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഒരു സർക്കുലർ പോലെ ഒരു തീരുമാനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 50,000 അപ്പോയിൻമെൻറ്റ്സ് ഇനി നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ 26-27 റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഓൾറെഡി വന്ന നോട്ടിഫിക്കേഷൻസ് ഓക്കെ, അത് കൂടാണ്ട് 50,000 അപ്പോയിൻമെൻറ്റ്സ് കൂടെ നടത്തുമെന്നുള്ളതാണ് ഈ ഒരു സർക്കുലർ പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ പ്രകാരം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RRB ഒഫീഷ്യലി ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലും അൺഒഫീഷ്യലി നമുക്ക് ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. അത് പ്രകാരം ജൂൺ ആവുമ്പോഴത്തേക്ക് RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്കുള്ള നമ്പർ ഓഫ് വേക്കൻസീസിൻ്റെ ഒരു ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു തീരുമാനം ആവുന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് CBT2 ഇനിയും വരാനുള്ളത് കൊണ്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ താമസിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ RRB JEE എന്ന് പറയുന്ന പോസ്റ്റിലേക്കും നമുക്ക് ഈ ഒരു 50,000 അപ്പോയിൻമെൻറ്റ്സിൽ ഏതെങ്കിലുമൊക്കെ നമ്പർ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ RRB JEE എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഇനി അത് വരുമോ അല്ലെങ്കിൽ വരത്തില്ലയോ എന്ന് പാതി മനസ്സോടെ നിന്ന ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്നും തന്നെ പേടിക്കേണ്ട. LP ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ RRB JEE ആണെങ്കിലോ വർഷാവർഷം ഇനി വിളിക്കുമെന്ന് പറഞ്ഞത് റെയിൽവേ അപ്രകാരം തന്നെ നടത്തും. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് 50,000 പോസ്റ്റുകളാണ്. അത് ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഒക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമുക്ക് JEE പോസ്റ്റുകളും അതിനകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി RRB JEE എന്ന് പറയുന്ന ടാർഗറ്റ് നിങ്ങൾ മനസ്സിലുണ്ട് അല്ലെങ്കിൽ റെയിൽവേയിൽ ഒരു ജോലി എന്നുള്ള സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇന്ന് തന്നെ അതിനു വേണ്ടി പഠിച്ചു തുടങ്ങാം. അപ്പം റെയിൽവേ പരീക്ഷയുടെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറഞ്ഞാൽ 2 ടയറായിട്ട് നടക്കുന്ന പരീക്ഷയാണ്. CBT1 ഉണ്ട്, CBT2 ഉണ്ട്. CBT1 എന്ന് പറഞ്ഞാൽ പക്ക നോൺ ടെക്നിക്കൽ പോർഷൻസ് ആണ് വരിക. നമ്മുടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഒന്നും തന്നെ ടോപ്പിക്സ് അവിടെ പഠിക്കാനില്ല. ആൻഡ് അതിൻ്റെ മാർക്ക് റിക്രൂട്ട്മെൻറ്റ് സ്റ്റേജിൽ എവിടെയും എടുക്കുന്നുമില്ല. CBT2 എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് കടന്ന് CBT1 ക്വാളിഫൈ ആയവർക്ക് മാത്രം CBT2 എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കട്ട് ഓഫ് ക്രൈറ്റീരിയ മാത്രമാണ് CBT1 തരുന്നത്. സോ CBT2ൻ്റെ മാർക്കാണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ എടുക്കുന്നത്. CBT1 ക്വാളിഫൈ ചെയ്താൽ മാത്രമേ CBT2ലേക്ക് കടക്കാൻ പറ്റൂ. സോ CBT2 എഴുതി കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ശേഷം നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ജോലി കിട്ടി, അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ് കിട്ടി തുടങ്ങുകയാണ് ചെയ്യുന്നത്. സോ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ടെക്നിക്കൽ മാത്രമല്ല. ഫസ്റ്റ് എക്സാം CBT1 എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് സമയം കണ്ടെത്തണം. എസ്പെഷ്യലി നമ്മൾ ഫ്രം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ CBT1 പഠിച്ചെടുക്കാൻ ഓഫ് കോഴ്സ് എളുപ്പമാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഈ ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വേഗം മനസ്സിലാക്കി ചെയ്ത് തീർക്കാൻ ഓഫ് കോഴ്സ് നമുക്കൊരു എക്സ്പേർട്ടിൻ്റെ ഗൈഡൻസും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രാക്ടീസും ആവശ്യമാണ്. സോ ഇന്ന് തന്നെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യണം. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് നമ്മുടെ ഒരു മണ്ടൻ ഡെസിഷനായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല CBT1 നോൺ ടെക്നിക്കലാണ്. അപ്പോൾ CBT1 ടെക്നിക്കൽ പോർഷൻസ് ഒന്നും നോക്കാതെ CBT1 കഴിഞ്ഞ് CBT2 നോക്കാമെന്ന് വിചാരിച്ചാലും അവിടെ നമുക്ക് തെറ്റി. കാര്യം CBT1 റിസൾട്ട് വന്നു കഴിഞ്ഞ് CBT2 എക്സാമുമായിട്ട് വലിയ ഗ്യാപ്പൊന്നും വരത്തില്ല. സോ ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഒരുമിച്ച് തന്നെ RRB JEE നോക്കുന്ന ആൾക്കാർ പഠിച്ചു തുടങ്ങണം. നമ്മുടെ എൻട്രിയിൽ RRB JEE കോഴ്സസ് അവൈലബിൾ ആണ്. കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ മറക്കണ്ട, റെയിൽവേ നമുക്കൊരു ബിഗ് അനൗൺസ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. 50,000 റിക്രൂട്ട്മെൻ്റ് ആണ് നമുക്ക് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. സോ പഠിച്ചു തുടങ്ങുക. ഇന്ന് തന്നെ റെയിൽവേയിൽ ഒരു ജോലി എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് വേഗം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. താങ്ക് യു.